എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ വീഡിയോയുമായി വന്നിട്ടുള്ളത് ഒരു മെയിലിന്റെ അടിസ്ഥാനത്തിലാണ്. അതെ, മെയിൽ ഇങ്ങനെയായിരുന്നു: ലൈംഗിക ബന്ധത്തിനിടയിൽ സ്ത്രീകളുടെ യോനിയിൽ തേൻ പുരട്ടാമോ എന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. പലരും ലൈംഗിക ബന്ധത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരീക്ഷിക്കുന്നത് ഒരു തുടർക്കഥയാണ്. അതെ, കൂടുതൽ ഉത്തേജനം സംഭവിക്കുവാനും സെക്സ് എന്ന ലഹരിയിൽ ആടി തിമിർക്കുവാനും വേണ്ടി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ്. എന്നാൽ തുടക്കമേ പറയട്ടെ, യോനി ഭാഗത്ത് തേൻ പുരട്ടുന്നത് അത്ര നല്ലതല്ല. കാരണം സ്ത്രീകൾക്ക് യോനിക്കകത്തേക്ക് തേനിന്റെ അംശം ഇറങ്ങിപ്പോകുവാനും പിന്നീട് ഇത്തരം ഭാഗങ്ങളിൽ ദളങ്ങളിലും യോനി ഭാഗങ്ങളിലും പറ്റിപ്പിടിക്കുകയും ആ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യോനി നാളത്തിൻ്റെയും യോനി ഭാഗങ്ങളിലും തേൻ പുരട്ടുന്നത് നല്ലതല്ല. ഇതുപോലെ മറ്റു ചിലർ ഇത്തരം ഭാഗങ്ങളിൽ യോനിക്കകത്തേക്ക് ഊതുകയും തുപ്പുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതും പൂർണ്ണമായും നല്ലതല്ല. കാരണം ഇത് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷനാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഈസ്റ്റ് ഇൻഫെക്ഷൻ, അതുപോലെ യോനിക്കകത്ത് തരിപ്പ്, ചൊറിച്ചിൽ, വേദന ഇവയെല്ലാം അനുഭവപ്പെട്ടേക്കാം. ഉമിനീരിൽ പലതരത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ട്. അത് യോനിയിൽ ഇത് സമ്പർക്കം ചെയ്യുകയും യോനി ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും സാധാരണയാണ്. ഇത്തരം ശീലങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായും മാറ്റുക. ലൈംഗിക ബന്ധം ഏറ്റവും അടിപൊളിയാകുന്നത് ഫോർപ്ലേയിലൂടെയാണ്. ഫോർപ്ലേ നിങ്ങൾ എത്രയോ നിങ്ങളുടെ പങ്കാളിക്ക് നൽകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പങ്കാളി ഉത്തേജിതാവസ്ഥയിലെത്തുന്നു. ഓറൽ സെക്സ് ഇഷ്ടമുള്ളവർക്ക് ഓറൽ സെക്സ് ഹൈജീനിക്കായി ചെയ്യാം. അതിനാൽ വായും ചുണ്ടും അതുപോലെ യോനി ഭാഗങ്ങളും പുരുഷന്റെ ലിംഗഭാഗങ്ങളും നന്നായി ശുചിയാക്കിയതിനു ശേഷം മാത്രം ഓറൽ സെക്സിൽ ഏർപ്പെടുക. എങ്കിലും യോനി ഭാഗത്തേക്കുള്ള ഊതുകയോ അതുപോലെ നിങ്ങൾ തുപ്പുകയോ ഉമിനീരിന്റെ അംശം കൂടുതലായി യോനി ദ്വാരത്തിലേക്ക് ആക്കുകയോ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ സ്ത്രീകൾക്കായിരിക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പെട്ടെന്നുണ്ടാകുന്നത് യോനിക്കകത്ത് തരിപ്പ് അതുപോലെ പുകച്ചിലായിരിക്കും അനുഭവപ്പെടുക. അതിനാൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കുക. യോനിയുടെ പുറം ഭാഗങ്ങളിൽ മസാജ് ചെയ്യുന്നതും അതുപോലെ അത്തരം ഭാഗങ്ങളിൽ നാവ് കൊണ്ട് ചെയ്യുന്നതും കുഴപ്പമില്ല എങ്കിലും യോനിക്കകത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകൾക്ക് വേണ്ടി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.